أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله مولانا العلي العظيم وبلغ وصدق رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. قال سيدنا ونبينا محمد صلى الله عليه وسلم: لو تكاشفتم ما دفنتم. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. قد هل بي ما قد علمت من الأذى والظلم والضعف الشديد فأصعدي. ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي. إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي. فعليك منا كل وقت دائما أزكى الصلاة مع السلام السرمدي. وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. اللهم صل وسلم وبارك. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. رب اشرح لي صدري ويسر لي أمري. رب اشرح لي صدري ويسر لي أمري. رب اشرح لي صدري ويسر لي أمري. ഏറ്റവും ബഹുമാന്യരായ ബാവസ്ഥാനങ്ങളെ
ഈ മഹത്തായ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുത്തഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, വളരെ ശ്രേഷ്ഠമായ പ്രൗഢമായ ആത്മീയ സദസ്സിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. മുസ്ലിം കേരളത്തെ വിജ്ഞാനം കൊണ്ട് ധന്യമാക്കുന്ന കേരളത്തിലെ സുപ്രസിദ്ധ സ്ഥാപനമായ ദാറുൽ മആരിഫിന്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള സദസ്സാണ് ഇത്. ഒരുപാട് ഉപദേശങ്ങൾക്ക്, വിജ്ഞാന വിരുന്നുകൾക്ക് സാക്ഷിയായ വേദിയാണ്. അല്ലാഹു നമ്മുടെ ഈ സദസ്സും അവൻ പൊരുത്തപ്പെട്ട ദീനിന് ഉപകാരപ്പെട്ട സദസ്സുകളിൽ ഉൾപ്പെടുത്തി നമ്മെ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചത് മുഴുവനും അത്ഭുതങ്ങളാണ്. അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളിലും ധാരാളം അത്ഭുതങ്ങളെ മനുഷ്യന് ദർശിക്കുവാൻ കഴിയും. മനുഷ്യന്റെ കണ്ണിൽ പെടാതെ ജീവിക്കുന്ന അത്രയും നിസ്സാരപ്പെട്ട ചെറുതായ വസ്തുക്കളിൽ പോലും ഒരു മനുഷ്യന് ചിന്തിച്ചാൽ തീരാത്ത അത്രയും വലിയ അത്ഭുത പ്രതിഭാസങ്ങൾ മനുഷ്യന് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചം പ്രതിഭാസമാണ്. പ്രപഞ്ചത്തിലുള്ള സർവവും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന മരണവും അതിനുശേഷം വരാനിരിക്കുന്ന അനന്തര ജീവിതവും ലോകത്ത് എന്നും ചൂടോടുകൂടി ചർച്ച ചെയ്യുകയും സത്യവിശ്വാസികൾ വളരെ ആശങ്കയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണല്ലോ മരണം എന്നത്. മരണശേഷമുള്ള ജീവിതം എന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. മരിക്കാതെ മനുഷ്യന് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നത് വർത്തമാന കാലത്തെ സാഹചര്യങ്ങൾ നമ്മെ വിളിച്ചോതുന്നതാണ്. മനുഷ്യന് ജീവിതം ഒരു പ്രയാസമായി, പ്രാരാബ്ധമായി അനുഭവപ്പെടുമ്പോൾ ഇന്ന് മനുഷ്യൻ ശരണം പ്രാപിക്കുന്നത് മരണത്തിലാണ്. മരണം എന്നത് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ആ മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പോലും സത്യത്തിൽ ഒരു സത്യവിശ്വാസിക്ക് കഴിയില്ല എന്നാണ്. ഇന്ന് ഒരു മണിക്കൂറിൽ 14 ആത്മഹത്യകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്ന് കഴിഞ്ഞ വർഷം 1,22,637 ആളുകൾ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത് മാത്രം മരിച്ചുപോയിട്ടുണ്ട് എന്നാണ്. പല രൂപത്തിലും മരണം നമ്മുടെ രാജ്യത്ത് അരങ്ങേറുകയാണ്. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നപ്പോ അവിടെ മരണ ജനന വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കൗണ്ടറിൽ ഞാൻ പോയി അന്വേഷിച്ചു. ഇന്ന് എത്ര ആളുകളുടെ മരണവിവരം ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന്. ഇവിടുന്ന് പറഞ്ഞു 30 ആളുകൾ ഇന്നലെ മരിച്ച വിവരം ഇവിടെ കൗണ്ടറിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം വരുന്നത് വേറെയാണ്, ഇന്ന് സംഭവിച്ചത് വേറെയാണ്. അതുപോലെ ജനനത്തിന്റെയും റിസൾട്ട് അവിടെ ലഭിക്കുകയാണ്. ഇത് ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിലെ കണക്കാണ് എങ്കിൽ
ഈ രാജ്യത്ത് ലോകത്ത് വ്യാപകമായി മനുഷ്യൻ അന്വേഷിക്കുമ്പോ മരണവും ജനനവും ഒരുപോലെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനിക്കുന്ന മനുഷ്യന് മരണമില്ലാതെ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ അതൊരു സംഭവം തന്നെയായിരുന്നു. കോടാനുകോടി ആസ്തിയുള്ള എത്ര കോടീശ്വരന്മാരാണ്, സമ്പന്നന്മാരാണ് മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങി പോകുന്നത്. എന്നെ ആരെങ്കിലും വെട്ടി കൊലപ്പെടുത്താൻ, ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പോ ഒരുപക്ഷെ ഞാൻ എന്റെ തലപ്പാവ് മാറ്റിവെക്കും, ഞാൻ എന്റെ ഡ്രസ് മാറ്റിവെക്കും. അദ്ദേഹത്തിന്റെ ശക്തിയെ പ്രതിരോധിച്ചുകൊണ്ട് എനിക്ക് അള്ളാഹു എന്റെ ശരീരത്തിൽ തന്ന സർവശക്തിയും സംഭരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രമിക്കും, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ശ്രമിക്കും. എങ്കിൽ മനുഷ്യനെ കൊലപ്പെടുത്താനാണല്ലോ മരണം മുന്നിലേക്ക് വരുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ VIP-യെ ആക്രമിക്കാൻ നമുക്ക് കഴിയില്ല. വളരെ തന്ത്രപരമായി, കുതന്ത്രപരമായി ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ വകവരുത്താൻ കഴിയും. എങ്കിൽ പോലും ഒരുപാട് സുരക്ഷകൾ അദ്ദേഹത്തിന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുവാൻ, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുവാൻ, ഒരു മനുഷ്യനെ മരിപ്പിക്കുവാൻ മരണം അവന്റെ മുന്നിലെത്തിയാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ആ മനുഷ്യനെ അല്ലാഹു മലക്കുകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ കൈകാലുകൾ ആദ്യം ക്ഷയിപ്പിക്കുന്നുണ്ട് എന്നാണ്. അവിടെ നമുക്ക് ധൈര്യപ്പെട്ടുകൊണ്ട് പ്രതിരോധിക്കാൻ പോലും കഴിയുന്നില്ല. 100 ആള് നമ്മളുമായി ഏറ്റുമുട്ടാൻ വന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ നമുക്ക് മൽപിടുത്തത്തിലൂടെ ഒരു ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, അത്രയും വലിയ അഭ്യാസക്കാരനാണെങ്കിൽ പോലും എത്ര അഭ്യാസക്കാർ ലോകത്ത് മരിച്ചുപോയി, എത്ര ശാസ്ത്ര തമ്പുരാക്കന്മാർ ഈ ലോകത്ത് മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങിപ്പോയി. മഹാനായ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ മരണത്തിൽ നിന്ന് കുതറി മാറാൻ കഴിയുമെങ്കിൽ അവൻ മരുഭൂമിയിലൂടെ ഓടുമായിരുന്നു, അവൻ പറന്നു പോകുമായിരുന്നു. പക്ഷേ മരണത്തിന്റെ മുന്നിൽ നിന്ന് ലോകത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അല്ലാഹു പറയുന്നത് അതാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു ഖുർആനിൽ ആദ്യം പറഞ്ഞത് മരണത്തെ പടച്ചുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ പറയുന്നതിന് മുൻപ് അല്ലാഹു പറഞ്ഞത് മരണത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു, വൽ ഹയാത, മരണത്തിന് ശേഷം വരുന്ന അനശ്വരമായ ജീവിതത്തെയും അല്ലാഹു പഠിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ഇനി വരുന്ന മരണവും മരണത്തിന് ശേഷം ഈ ലോകത്ത് സംഭവിക്കുന്ന ജീവിതവും. എന്തിനാണ് ഈ മരണവും ജീവിതവും? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾക്കൊരു പരീക്ഷ നടക്കാനുണ്ട്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു ഈ ഭൂമി ലോകത്ത് ജീവിച്ചപ്പോൾ മരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ നന്മകളും തിന്മകളും കണക്കാക്കി അവന് നാളെ പരലോകത്ത് മരണശേഷമുള്ള ജീവിതത്തിൽ പ്രതിഫലം നൽകുന്നുണ്ട്. ആ പ്രതിഫലം ഈ ലോകത്തെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ആധാരപ്പെടുത്തിയും അടിസ്ഥാനപ്പെടുത്തിയുമാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു മരണത്തെയാണ് ഖുർആനിൽ ആദ്യം സൂചിപ്പിച്ചത്. ആ മരണത്തിന് ശേഷം നടക്കുന്ന ജീവിതത്തെയാണ് പിന്നീട് അല്ലാഹു പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എന്നത്, ആ മരണത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിം ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ കേട്ടില്ലേ മഹാന്മാരായ സ്വഹാബത്തിന്റെയും സ്വഹാബത്തിന്റെ ശേഷം ലോകത്ത് വന്ന മഹാന്മാരുടെയും
ചരിത്രങ്ങളിൽ കാണാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുത്തീ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബ്ദുല്ലാഹിബ്നു മുത്തീ റളിയല്ലാഹു അൻഹു ഒരു വീട് നിർമ്മിക്കാൻ ഒരു കരാറുകാരന് കരാറ് കൊടുത്തു എന്നാണ്. മഹാനവറുകൾ വീട് നിർമ്മാണത്തിന്റെ ജോലികൾ കരാറുകാരന് കൊടുത്തു, പിന്നെ അങ്ങോട്ട് വന്നു നോക്കിയില്ല. നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെ ജമാഅത്ത് അതിന്റെ പേരിൽ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകും. പല നല്ല കാര്യങ്ങളും ഒരു വീട് നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു. വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ചെന്നു നോക്കണ്ട എന്നോ പണിക്കാരെ നോക്കണ്ടോ എന്ന അല്ല ഈ പറഞ്ഞതിന്റെ സാരം. ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഒരു വീട് നിർമ്മിക്കുമ്പോ അതിന്റെ എല്ലാ ചുമതലയും ഒരു ജോലിക്കാരനെ ഏൽപ്പിക്കുകയും വീടൊക്കെ ഭംഗിയായി പൂർത്തിയായപ്പോ ബഹുമാനപ്പെട്ടവര് അതിന്റെ കുടിയിരിക്കലും താമസവും കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം വീടിങ്ങനെ നോക്കിയപ്പോ അബ്ദുല്ലാഹിബ്നു മുത്തീ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് നോക്കിയപ്പോ ഫഅഅജബഹു, അദ്ദേഹത്തെ ഈ വീടിന്റെ ഭംഗി, ഫഅഅജബഹു ഹുസ്നുഹാ, വീടിന്റെ ആ ഭംഗി അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബ്നു മുത്തീ റളിയല്ലാഹു അൻഹു സുമ്മ ബക്കാ, മഹാനവറുകൾ കരഞ്ഞുപോയി. മോമിനീങ്ങളെ, വീടിന്റെ ഭംഗി കണ്ടപ്പോൾ, സ്വന്തം നിർമ്മിച്ച വീടാണ്, പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാണ്. ആ വീടിന്റെ ഭംഗി പിന്നീട് താമസം കഴിഞ്ഞ് അതിന്റെ പുറത്ത് വന്ന് വീക്ഷിക്കുമ്പോൾ ആ ഭംഗി തന്നെ അത്ഭുതപ്പെടുത്തിയ ഘട്ടത്തിൽ മഹാനവറുകൾ കരയുകയാണ്. ഫഖാല, എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറാ. ഓ എന്റെ വീടേ, ലൗലൽ മൗതു, മരണം എന്ന് പറയുന്ന മഹാസംഭവം ഇല്ലായിരുന്നെങ്കിൽ ലകുന്തു ബിക മസ്റൂറാ, ഈ വീടാകുന്ന നിന്നെ കൊണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നു. പക്ഷേ ഞാൻ സന്തോഷിക്കുന്നില്ല. എനിക്ക് ഈ വീടിനേക്കാൾ മറ്റൊരു വീട് വരാനുണ്ട്. ആ വീട് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് മരണം എന്ന ഒന്ന് ഇല്ലായിരുന്നെങ്കിൽ ലകുന്തു ബിക മസ്റൂറാ. ഇന്ന് നമുക്ക് സന്തോഷം തരുന്നത് വീടാണ്. ഈ ഭൗതിക ലോകത്ത് മനുഷ്യന് എപ്പോഴും ചിന്തയുള്ളത് വീടിനെ പറ്റിയാണ്. നമ്മൾ താമസിക്കുന്ന വീടിനെ പറ്റിയുള്ള ആലോചനയാണ്. ഉള്ള വീട് വികസിപ്പിക്കുന്നതിനെ പറ്റിയാണ് വിചാരമുള്ളത്. അതിന്റെ റിപ്പയറിങ്ങിനെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്. അത് മോടി കൂട്ടുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. അവിടത്തെ മറ്റു കേടുപാടുകൾ, പേച്ചുവർക്കുകൾ, അത് നന്നാക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഓ മരണമുണ്ട്. ഈ മരണമില്ലായിരുന്നെങ്കിൽ മഹാന്മാര് പറയുന്നത്, ഓ ഈ വീട് കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട വുഹൈബ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, വലിയ ആരിഫാണ്. അല്ലാഹുവിന് സർവ്വ സമയങ്ങളിലും ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട വുഹൈബ് ഇബ്നു ബിർദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുകയാണ്, ഓ മനുഷ്യന്മാരെ, ഇന്ന ലില്ലാഹി മലക്കൻ, നിശ്ചയം അല്ലാഹുവിന് ഒരു മലക്കുണ്ട്. യുനാദി ഫിസ് സബാഇ കുല്ല യൗമിൻ വലൈല, എല്ലാ ദിവസങ്ങളിലും ആകാശലോകത്ത് വിളിച്ചു പറയുന്ന ഒരു മലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഉണ്ട്. എന്താണ് വിളിച്ചു പറയുന്നത്? അബ്നാഉൽ ഖംസീൻ, ഓ 50 വയസ്സ് തികഞ്ഞവരെ, 50 വയസ്സായവരെ എന്ന്
എല്ലാ ദിവസവും ആകാശത്തിൽ വിളിച്ചു പറയുന്ന ഒരു മലക്ക് അള്ളാഹുവിനുണ്ട് എന്നാണ്. എന്താണ് ആ മലക്ക് വിളിച്ചു പറയുന്നത്? 50 വയസ്സുകാരോട് ഓ കൊയ്യാനടുത്തിരിക്കുന്ന കൃഷികളാണ് നിങ്ങള്. നമ്മുടെ സാധനം നെല്ല് കൃഷി ചെയ്യുമ്പോ അതിന്റെ കാലാവധി കഴിയുമ്പോ അതിന്റെ സമയം പൂർത്തിയാകുമ്പോ പിന്നെ അരിവാള് കൊണ്ട് നമ്മള് അതിനെ മുറിച്ചിട്ട് കൊയ്യലാണ്. എന്നതുപോലെ ആകാശത്തിൽ ജീവിക്കുന്ന മലക്ക് എല്ലാ ദിവസവും വിളിച്ചു പറയുന്നത്, ഓ 50കാരാ, നീ കൊയ്യാനെടുത്തിരിക്കുന്ന കൃഷിയാണ്. അതുകൊണ്ട് ഫഅദ്ദൂ അൻഫുസകും ഫിൽ അംവാത്. മലക്കെന്താ വിളിച്ചു പറയുന്നത്? 50 വയസ്സായവര് കൂട്ടത്തിലുണ്ട്. നിന്റെ ശരീരം മരണപ്പെട്ടവരെ കൂട്ടത്തിൽ നീ എണ്ണിക്കോ സഹോദരാ, സഹോദരീ. 50 വയസ്സായിട്ടുണ്ടെങ്കിൽ നീ മരിക്കുമെന്നല്ല പറയുന്നത്, നിന്റെ ശരീരം മരണപ്പെട്ടവരെ കൂട്ടത്തിൽ നീ എണ്ണിക്കുമോനെ. അത് പറഞ്ഞു മലക്ക് അവസാനിപ്പിക്കുന്നില്ല. ഓ 60കാര മലക്ക് വിളിക്കുന്നു, അബ്നാഉ സിദ്ദീ ഹലുമ്മൂ ഇലൽ ഹിസാബ്. നിങ്ങൾ വിചാരണക്ക് വരൂ, നിങ്ങളെ മരണം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഈ സംഭവം പഠിപ്പിക്കുന്നത്. 60 വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനെ വിളിച്ചു പറയുന്നത്, നീ വിചാരണക്ക് വരുമോനെ. 70കാരാ, അബ്നാഉ സബീൽ മാദാ ഖദ്ദംതും വമാദാ അഖർതും. നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോ കണ്ടില്ലേ, എയർപോർട്ടിലെത്തുമ്പോ പാസ്പോർട്ട് എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുത്തവരും കൊടുക്കാത്തവരുമുണ്ട്. അവിടെ കൊടുക്കാത്തവരോട് ചോദിക്കുന്നത്, ഓ 50കാരനോട് പറഞ്ഞതുപോലെ നിന്റെ ശരീരം മരണപ്പെട്ടവരെ കൂട്ടത്തിൽ നീ എണ്ണിക്കോ. 70കാരനോട് ഹിസാബിന് വന്നോ? 70കാരനോട് 60കാരനോട് ഹിസാബിന് വന്നോ എന്നോ? 70കാരനോട് എന്താണ് നീ കൊണ്ടുവന്നത്, എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും എന്നാണ്. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോകാൻ അല്ലെങ്കിൽ വിമാനം കയറാൻ. അവിടെ പാസ്പോർട്ട് കൊടുക്കാത്തവരോട് അത് ചോദിക്കുന്നു. അത് കഴിഞ്ഞവരോട് പിന്നെ സാധനം പരിശോധിച്ചു. എന്താ നിങ്ങളുടെ ലഗേജിൽ, എന്താ നിങ്ങൾ കൊണ്ടുവന്നത്, വല്ല അപകട വസ്തുക്കളും നിങ്ങളുടെ കയ്യിലുണ്ടോ, അതല്ല ദ്രോഹകരമായ വല്ല വസ്തുക്കളും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒരു വ്യക്തമായ ടെസ്റ്റ്, ഒരു പരിശോധന അല്ലാഹു മരണത്തിന് ശേഷം നിശ്ചയിച്ചിട്ടുണ്ട്. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അത് വരുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല മലായികത്തിനെ കൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്. എന്താണ് വിളിച്ചറിയിക്കുന്നത്? അബ്നാഉൽ ഖംസീൻ, ഓ 50കാരെ, സമയായിട്ടുണ്ട്. 50 വയസ്സായവരെ ചിന്തിക്കാൻ നേരായിട്ടുണ്ട്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ആയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. അല്ലാഹു ചോദിക്കുന്നു, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ?
അവലം നുഅബ്ബിറുക്കും നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ മാ യതദക്കറു ഫീഹി മൻ തദക്കർ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ ഉതകുന്ന അത്രയും കാലപരിധിയും സമയപരിധിയും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലയോ? ആരാണ് ചിന്തിച്ചത്? വജാഅകുമുൻ നദീർ മരണത്തിന്റെ മുമ്പ് മരണമുണ്ട് എന്നതിന്റെ, നീ മരിക്കാനായിട്ടുണ്ട് എന്നതിന്റെ, അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നിന്റെ റൂഹ് പിടിക്കാനായിട്ടുണ്ട് എന്നതിന്റെ വാണിംഗ് ആകുന്ന നദീർ, മുന്നറിയിപ്പ്, അതും നിങ്ങൾക്ക് വന്നില്ലയോ? ആരാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവന്റെ ജീവിതകാലത്ത് ആഖിറത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ആലോചിച്ചതെന്ന് അല്ലാഹു ചോദിക്കുന്നു. ഏതാണ് മരണത്തിന്റെ മുന്നിൽ മരണമുണ്ട് എന്നതിന്റെ മുന്നറിയിപ്പ്? ഏതാണ് ഈ നദീർ കൊണ്ട് ഉദ്ദേശം? മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണെന്ന് മഹാന്മാര് വ്യാഖ്യാനം പറഞ്ഞ കൂട്ടത്തിൽ ഈ നദീറിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ എഴുതിയില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ മോനായ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ ഇസ്ഹാഖ് നബിയുടെ മോനായ യാക്കൂബ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, തമ്പുരാനെ, മരണം വരുന്നതിന്റെ മുമ്പ് ഞാൻ മരിക്കും എന്നതിന്റെ ഒരു മുന്നറിയിപ്പായി ചില ദൃഷ്ടാന്തങ്ങൾ എനിക്ക് നീ കാണിച്ചു തരണേ. അത് കാണിക്കുന്നതിന്റെ മുമ്പ് നീ എന്നെ മരിപ്പിക്കരുതേ. പ്രവാചക ശൃംഖലയിൽ നബിയുടെ മകനായി ജനിക്കുകയും ഒരു നബിയുടെ പിതാവായി ജീവിക്കുകയും ചെയ്ത അല്ലാഹു ഖുർആനിൽ കൂടുതൽ മഹത്വങ്ങൾ പറഞ്ഞ 25 അമ്പിയാക്കന്മാരെ ലിസ്റ്റിൽ ഉൾപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളാണ് മരിക്കുന്നതിന്റെ മുമ്പ് മരണമെത്താറായിട്ടുണ്ട്, മരണസമയം അടുത്തുകൊണ്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് അല്ലാ നീ എനിക്ക് കാണിച്ചു തരണേ. അല്ലാഹു അത് സമ്മതിച്ചു എന്നാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോ യാക്കൂബ് നബി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അസ്റായീൽ, അല്ലാഹു മരിക്കുന്നതിന്റെ മുമ്പ് മരണം അടുത്തിരിക്കുന്നു എന്നതിന്റെ ചില അടയാളങ്ങൾ, ചില കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തരും, എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വന്നിട്ടില്ലല്ലോ. അതിന്റെ മുമ്പ് എന്റെ റൂഹ് പിടിക്കുന്നത് ശരിയല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഈ യാക്കൂബ് നബിയുടെ പിതാമഹാനായ ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിക്കാൻ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ഒരു വാക്ക് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഓ അസ്റായീലെ, ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്, ചങ്ങാതിയാണ്. ഒരു ചങ്ങാതി എങ്ങനെ തന്റെ ചങ്ങാതിയെ മരിക്കാൻ ആഗ്രഹിക്കുമോ? ഒരു ചങ്ങാതിയെ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുമോ? അതുകൊണ്ട് ഖലീലായ ഞാൻ മരിക്കുകയാണോ? അല്ലാഹു എന്നെ മരിപ്പിക്കുകയാണോ എന്ന് ഇബ്രാഹിം നബി തങ്ങൾ അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ അസ്റായീൽ തിരിച്ചുപോയി അല്ലാഹുവിനോട് ഈ കാര്യം ഉണർത്തിയപ്പോ അല്ലാഹു അസ്റായീലിനോട് പറഞ്ഞു, ഒരു ഖലീല്, ഒരു ഹബീബ്, ഒരു സുഹൃത്ത്, ഒരു ചങ്ങാതി തന്റെ ചങ്ങാതിയെ കാണാൻ വിസമ്മതിക്കുമോ അസ്റായീലേ? അല്ലാഹുവാകുന്ന ഖലീലിനെ കാണാൻ ഇബ്രാഹിമായ ഖലീലിന് ആഗ്രഹമില്ലേ അസ്റായീലേ? എന്നെ കാണാനാണ് ഞാൻ എന്റെ അടുത്തേക്ക് വിളിക്കുന്നത്. ഈ വാർത്തയും കൊണ്ട് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയെ സമീപിച്ചപ്പോൾ ഇബ്രാഹിം നബി സന്തുഷ്ടനായി തന്റെ ശരീരത്തിലുള്ള ആത്മാവിനെ പിടിച്ചെടുക്കുവാൻ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാമിന് നിർദ്ദേശം കൊടുക്കുന്നു, സമ്മതം കൊടുക്കുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നത്,
മരിക്കുന്നതിന്റെ മുമ്പ് ചില ദൃഷ്ടാന്തങ്ങൾ കാര്യങ്ങൾ അള്ളാഹു എനിക്ക് എത്തിക്കുമെന്നാണ്. അത് വന്നിട്ടില്ല. അല്ലാഹു തആല ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയെ വിളിക്കുന്നു. അല്ലേ യാക്കൂബ് നബിയെ, എന്താ മരിക്കാൻ ഒരു സമ്മതക്കുറവ്? യാക്കൂബ് നബി പറഞ്ഞു, പടച്ചോനെ, നീ അല്ലേ എന്നോട് വാക്ക് തന്നത് മരിക്കുന്നതിന്റെ മുമ്പ് അടയാളങ്ങൾ തരുമെന്ന്, ചില കാര്യങ്ങൾ എനിക്ക് എത്തിച്ചു തരുമെന്ന്. അല്ലാഹു പറയുന്നു, 3 കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, റബ്ബേ, ഏതാണ് 3 എണ്ണം? എന്റെ അടുത്ത് അങ്ങനെ 3 എണ്ണം വന്നിട്ടുണ്ടോ? അല്ലാഹു പറയുന്നു, ഒന്നൊരു വെളുത്ത സാധനമാണ് യാക്കൂബ് നബിയേ. അല്ലാഹു ചോദിച്ചില്ലേ, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അല്ലാഹു മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. യാക്കൂബ് നബിയോട് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ താടിയിലും മുടിയിലും നിങ്ങളുടെ രോമങ്ങൾക്ക് കറുപ്പിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങളുടെ മുടി അത് നരച്ചു പോയിട്ടില്ലേ, വെളുത്തു പോയിട്ടില്ലേ? ഇത് മരണത്തിന്റെ ഒരു മുന്നറിയിപ്പാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മള് നരക്കുമ്പോഴേക്ക് അത് ചുവപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, അത് കറുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അള്ളാഹു പറയുന്നത്, മഹാന്മാര് പറയുന്നത്, മോനെ, സമയത്തിന്റെ ഒരു അതിർത്തി നീ കടന്നിട്ടുണ്ട്. എപ്പോഴാ നര വരുന്നത്? എപ്പോഴാ നര വരുന്നത്? ഇന്ന് അർബുദ രോഗം, ക്യാൻസർ മഹാവിപത്താണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, 2 വയസ്സായ കുട്ടിക്ക് പ്രസവിച്ച് 4 മാസം കഴിഞ്ഞ കുട്ടിയുടെ തലച്ചോറിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ട്. 12 വയസ്സായ ചെറുപ്പക്കാരൻ ഇന്നലെ കോഴിക്കോട്ടുണ്ട്. മോമിനീങ്ങളെ, വ്യക്തമായ ചികിത്സാ സമ്പ്രദായവും രീതിയും ഈ രോഗത്തിനില്ല എന്നാണ് സത്യത്തിൽ വൈദ്യശാസ്ത്രം ലോകത്ത് വിളിച്ചോതിയതെങ്കിൽ, മക്കളെ, നമ്മൾ ചിന്തിക്കണം, ഇത് നദീറാണ്, ഇത് മുന്നറിയിപ്പാണ്. മനുഷ്യന്റെ മുമ്പിൽ, മനുഷ്യന്റെ ശരീരത്തില് അള്ളാഹു തന്നിരിക്കുന്ന വെളുപ്പ്, കറുത്ത രോമങ്ങൾ വെളുത്തത് മരണത്തിന്റെ മുന്നറിയിപ്പാണെന്നാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. യാക്കൂബ് നബി അപ്പോഴാണ് ചിന്തിക്കുന്നത്, ആള് വന്നിട്ടുണ്ട്. നീ ആളെ പറഞ്ഞേച്ചത് ചില കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞത് സത്യമാണ്. രണ്ടാമത് അല്ലാഹു പറയുന്നത്, നിങ്ങളെ കാൽമുട്ടുകൾക്ക്, ഊരകൾക്ക്, കൈകാലുകൾക്ക് വേദന വന്നില്ലേ, കടച്ചില് വന്നില്ലേ? മരണത്തിന്റെ മുന്നറിയിപ്പാ, നദീറാ. അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ ഒഴിച്ചിലിന് പോകുകയാണ്. നമ്മൾ കൊട്ടൻ ചുക്ക ആദ്യ തൈലം ചൂടാക്കി തേക്കാനും കിയ്യ കെട്ടി ഒഴിയാനുമുള്ള ശ്രമത്തിലാണ്. അത് രോഗം വരുമ്പോ ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ അതിന്റെ മറുവശം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് മരണത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ്. 40ഓടടുക്കുന്ന കാലഘട്ടങ്ങളിൽ 40 പിന്നിടുമ്പോഴാണ് ഒരു മനുഷ്യൻ സത്യത്തിൽ യഥാർത്ഥ മനുഷ്യനാകുന്നത്. അപ്പോഴേക്ക് മനുഷ്യന് നരവന്നു പോയി. ആഖിറത്തെ പറ്റി ചിന്തിക്കാനുള്ള സന്ദർഭങ്ങൾ എത്തിപ്പോയി. ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട വസാലി ഇമാം രേഖപ്പെടുത്തിയല്ലോ, മഹാന്മാര് രേഖപ്പെടുത്തിയല്ലോ, മനുഷ്യന് ചിന്തിക്കാനുള്ള സന്ദർഭങ്ങൾ എത്തിപ്പോയി. ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു, കാന ഇദാ വജദ ഫീ ഖൽബിഹി ഖസാബതൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുന്ന വിഷയത്തിൽ, മരണത്തെപ്പറ്റി ആലോചിക്കുന്ന കാര്യത്തിൽ, മരണശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിൽ ഒരു മുഷിപ്പ് വന്നാൽ, ഒരു മടുപ്പ് വന്നാൽ, ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈസം തങ്ങളെ വീട്ടിൽ ഒരു ഖബർ കുത്തിയിരുന്നു. മക്കളെ, സഹോദരങ്ങളെ,
റബീ ഇബ്നു ഖൈസം തങ്ങൾ ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, വീട്ടിൽ ഒരു ഖബർ മഹാനായ റബീ ഇബ്നു ഖൈസം തങ്ങൾ കുത്തുകയാണ്. എന്നിട്ടും പരലോക ചിന്ത, അതിന് വല്ല പോറലും മങ്ങലും ക്ഷീണവും സംഭവിക്കുമ്പോൾ റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അൻഹു ആ ഖബറിൽ ചെന്നിട്ട് മയ്യിത്തിനെ ഖബറിൽ കിടത്തുന്നത് പോലെ തലഭാഗം വടക്കോട്ടും കാലുഭാഗം തെക്കോട്ടും വെച്ചുകൊണ്ട് അവന്റെ മുഖം ഖിബല കൊള്ളേ, അവന്റെ ശരീരം ഖിബല കൊള്ളെ തിരിച്ചു വെച്ച്, ഇങ്ങനെയാണല്ലോ ഖബറിൽ കിടക്കേണ്ടത്. അത് നിർബന്ധമാണ്. ശരീരം മുഴുവനും ഖിബല കൊള്ളെ തിരിഞ്ഞു കിടത്തണം, തിരിച്ചു കിടത്തണം. റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അൻഹു ഖിബലയിലേക്ക് തിരിഞ്ഞ്, ഒരു മനുഷ്യന് സാക്ഷാൽ മരണം സംഭവിച്ചാൽ അവന്റെ മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് എങ്ങനെയാണോ ഖബറിൽ കിടത്തുന്നത്, അപ്രകാരം മരിക്കുന്നതിന്റെ മുമ്പ് റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വന്തം ശരീരത്തെ ഖബറിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതുന്നു. എപ്പോഴാണ് ഈ ആയത്ത് നമ്മൾ ഓതുന്നത്? അല്ലാഹു പറയുന്നു, മനുഷ്യന് സക്കറാത്ത് വരുമ്പോൾ, ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ മനുഷ്യൻ വെപ്രാളപ്പെട്ട് പറയുന്നു, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് فأصدق وأكن من الصالحين. അല്ലാഹ്, ഒരല്പ സമയത്തേക്ക് എന്നെ നീ പിന്തിച്ചു തന്നാൽ ഞാൻ സ്വതക്കയും മറ്റു ധാരാളം സൽക്രമങ്ങളും എന്റെ ശിഷ്ടകാലത്ത്, ജീവിതകാലത്ത് ചെയ്തു കൊള്ളാം. ഒന്ന് പിന്തിക്കുമോ അല്ലാഹ് എന്ന് സക്കറാത്തിന്റെ സന്ദർഭത്തിൽ, മരണവപ്രാണത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് പറയുമെന്നാണ് ഈ ആയത്ത്. മഹാനവറുകള് ഒരു മനുഷ്യന് സാക്ഷാൽ മരണം സംഭവിക്കുന്നത് പോലെ ഹൃദയത്തിൽ അനുസ്മരിച്ചുകൊണ്ട് വെട്ടിയ ഖബറിന്റെ ഉള്ളിൽ മയ്യിത്ത് കിടക്കുന്നത് പോലെ കിടന്ന് അദ്ദേഹം പലതവണ ഈ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ് സ്വാലിഹീൻ. അല്ലാഹ് പിന്നെ പറയുന്നത്, വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു ശരീരത്തിന്റെ സമയം എത്തിയാൽ ആളെത്ര കപ്പാസിറ്റി ഉള്ളവനാണെങ്കിലും, കഴിവുറ്റവനാണെങ്കിലും, സ്വാധീനമുള്ളവനാണെങ്കിലും ഒരു സെക്കൻഡ് പോലും മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിക്കുന്നതല്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. റബ്ബി, തങ്ങള് സ്വന്തം വീട്ടിലെ ഒരു ഖബർ വെട്ടി ആ ഖബറിൽ വെച്ചുകൊണ്ട് ഇതിങ്ങനെ ഓതി ഓതി കരഞ്ഞുകൊണ്ട് അവസാനം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയുന്നു, എന്റെ ശരീരമേ, അല്ലാഹ് നിന്നെ ഇപ്പൊ മരിപ്പിച്ചിട്ടില്ല. നീ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എന്നെ ദുന്യാവുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ ഇനിയുള്ള സമയത്ത് അശ്രാദ്ധ പരിശ്രമം, ആരാധനാ കാര്യത്തിൽ നീ ശ്രദ്ധിക്കൂ ശരീരമേ എന്ന് പറഞ്ഞ് രാത്രികളിൽ ഉറങ്ങാതെ പാതിരയുടെ യാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് സുന്നത്തായ നിസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും അല്ലാഹുവിലുള്ള ചിന്തകളിൽ മുഴുകിക്കൊണ്ടും തന്റെ അവസാന കാലങ്ങളിലുള്ള ജീവിതം ഉപയോഗപ്പെടുത്തുന്നു.
കണ്ടില്ലേ? ചിന്തിക്കാനാണ് അള്ളാഹു മനുഷ്യർക്ക് ഈ മരണത്തിന്റെ മുമ്പ് തെളിവ് തന്നത്. ചിന്തിച്ചവരുണ്ട്, ആലോചിച്ചവരുണ്ട് സഹോദരന്മാരെ. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ഇനി മരണമാണ് വരാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരി മരണം പെട്ടെന്നൊന്നുമല്ല വരുന്നത്. യാക്കൂബ് നബിയോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് തലയിലെ മുടി നരച്ചതും താടി മുടി വെളുത്തു പോയതും നിങ്ങൾക്ക് മുന്നറിയിപ്പായി തന്നതാണ്, കഴിഞ്ഞിട്ടില്ല. വേറെ 2 കാര്യങ്ങൾ കൂടി മരണത്തിന്റെ മുന്നറിയിപ്പായി നിങ്ങൾക്ക് തന്നു. അതിലൊന്നേതാണ്? നിങ്ങളുടെ കാൽ മുട്ട് കൈമുട്ടുകൾക്ക് വേദന വന്നതും മരണത്തിന്റെ മുന്നറിയിപ്പാണ്. മൂന്നാമത് നിങ്ങളെ മുതുകിന് ഒരു വളവ് സംഭവിച്ചില്ലേ? ഞാനും നിങ്ങളുമൊക്കെ ചെറുപ്പക്കാലത്ത് 25, 30 ആകുന്ന രൂപമല്ല, ഒരു 40, 50 ഒക്കെ പിന്നിടുമ്പോൾ മനുഷ്യന് ഒരു കുനിയൽ വരുന്നു. ഇത് പ്രകൃതിപരമായി സംഭവിക്കുന്നു, ഇത് അല്ലാഹു മനുഷ്യന് ചെയ്യുന്നു. മരിക്കാൻ സമയമായി, നിനക്ക് തലകുനിഞ്ഞു പോയി, നമ്മുടെ രോമങ്ങൾ വെളുത്തുപോയി, നമുക്ക് രോഗങ്ങൾ വേദനകൾ വന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മരണമെന്ന പ്രതിഭാസം, ലോകത്ത് അരങ്ങേറുന്ന പ്രതിഭാസം, ആ പ്രതിഭാസം ഒരു ദിവസം അല്ലാഹ് ഇത് പ്രസംഗിക്കാൻ വേണ്ടി ഒരു മേറ്ററാണല്ലോ. പക്ഷേ ഈ പറയപ്പെടുന്നവർക്കും പറയുന്നവർക്കുമൊക്കെ ഈ പ്രതിഭാസം വരാനുണ്ടല്ലോ. എന്റെ വീട്ടിൽ ഞാൻ സംഘടിപ്പിക്കുന്ന സത്യസൽക്കാരങ്ങളിൽ ഞാൻ അവിടെ ഒന്നാമനായി എന്റെ വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുവാൻ, കൈപിടിക്കുവാൻ ഞാൻ എന്റെ എല്ലാ ക്ഷീണങ്ങളും മാറ്റിവെച്ച് അവിടെ നിൽപ്പുണ്ട്. വെള്ളം കൊടുക്കാൻ കുട്ടികൾക്ക്, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക്, ആളെ വിളിക്കാൻ വരുന്നവർക്ക് എല്ലാം ചെയ്യാൻ എന്റെ നിർദ്ദേശം എന്റെ വീട്ടിലുണ്ടെങ്കിൽ എന്റെ നിർദ്ദേശങ്ങൾ അറ്റുപോകുന്ന അവസാനിക്കുന്ന ഒരു ദിവസം എന്റെ വീട്ടിൽ, നിങ്ങളെ വീട്ടിൽ നിരത്തിയ കസേരയിൽ ആളുകൾ വന്നിരിക്കും, അവിടെ കെട്ടിയ ഡാർപ്പായുടെ ഉള്ളിൽ ആളുകൾ തിങ്ങി നിൽക്കും. പക്ഷേ വീട്ടുടമക്കാരൻ, ഉടമസ്ഥൻ എഴുന്നേറ്റ് നമ്മളെ കൈ പിടിച്ചു വന്ന് അകത്തേക്ക് കൊണ്ടുപോകാനില്ല, വന്നവരെ കാണാനില്ല, വന്നവരോട് സംസാരിക്കുവാനും സംവദിക്കുവാനും സാധ്യമാകാത്ത ഒരു അവസ്ഥയും സാഹചര്യവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് മരണത്തെ പറ്റിയുള്ള കശ്ഫ് കിട്ടിയാൽ, അതിനെ പറ്റിയുള്ള അജയ്യമായ അറിവ് ലഭിച്ചാൽ, മരണപ്പെട്ടവനെ സംബന്ധിച്ചുള്ള ആന്തരികമായ ആ അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ, നിങ്ങൾ മറവ് ചെയ്യാൽ പള്ളികളിലേക്ക് വരികയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മയ്യിത്ത് കട്ടിൽ പിടിക്കാൻ ആളെ കിട്ടുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കട്ടിൽ ചുമന്ന് പള്ളിയിൽ കൊണ്ടുപോയി ആ മയ്യിത്തെടുത്ത ഖബറിൽ മൂടാനും മണ്ണിടാനും മറവുമാടാനും ഈ രാജ്യത്ത് ജനങ്ങളെ കിട്ടുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അത്രയും അതിഭയാനകമാണ് മരണത്തെ സംബന്ധിച്ചുള്ള വിചാരമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? മരണത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എത്ര വലിയ വമ്പനാണെങ്കിലും, എത്ര വലിയ കൊമ്പനാണെങ്കിലും, എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും മരണം വന്നാൽ ആ വെപ്രാള സമയത്ത് എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര അമർച്ചയുള്ളവനാണെങ്കിലും പതറിപ്പോകുന്ന സന്ദർഭമാണ്.
فإن الحليم من الرجال والنساء يتحير عند ذلك المصرع نبينا رسول الله. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? മഹാനായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ മരണം ആസന്നമാകുന്നവന്റെ സമീപത്ത് ഹാദിറാകണം. അവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ഈമാനുള്ള അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗാവകാശിയാണ്. ആ മനുഷ്യന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വബശ്ശിറൂഹും ബിൽ ജന്ന. എത്ര മോശക്കാരനാണെങ്കിലും, എത്ര തമ്മാടിത്തരം ചെയ്തവനാണെങ്കിലും, തോന്നിവാസം ചെയ്തവനാണെങ്കിലും, മരണം അടുത്ത മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ഇനി ഓൻ ചെയ്ത തെറ്റിനെ പറ്റി ഇങ്ങനെ എണ്ണി പറയാൻ പാടില്ല. അയാളെ ദുഷ്കാലങ്ങളിൽ, അയാളെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ അനാവശ്യ പ്രവർത്തനങ്ങളെ എടുത്ത് അദ്ദേഹത്തിന്റെ ഈമാൻ മരവിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. മഹാനായ നബി തങ്ങൾ പറയുന്നു, അവൻ മുസ്ലിമാണ്, മുഅ്മിനാണ് എങ്കിൽ വബശ്ശിറൂഹു ബിൽ ജന്ന. നിങ്ങൾ സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷം, സ്വർഗ്ഗത്തെ പറ്റിയുള്ള വിവരങ്ങൾ, സ്വർഗ്ഗത്തെ സംബന്ധിച്ചുള്ള വാർത്ത, നിങ്ങൾ സന്തോഷ വാർത്ത അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം എത്ര മോശക്കാരനാണെങ്കിലും ശരി, അവിടെ നിങ്ങൾ നരകത്തെ പറ്റിയോ ബേജാറിനെ പറ്റിയോ അല്ല പറയേണ്ടത്. അള്ളാഹു തന്നതാണ് ഹയാത്തും മൗത്തും. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് മരണം ഹൈറാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള പ്രയാസങ്ങൾക്ക് പകരം അള്ളാഹു സമാധാനവും സൗഖ്യവുമാണ് പ്രദാനം ചെയ്യുന്നത്. ആ സ്വർഗം ലഭിക്കാനാണ് നാം മരിക്കുന്നത് എന്ന ശുഭപ്രതീക്ഷയിലേക്ക് മരണം ആസന്നമായവനോട് നിങ്ങൾ അറിയിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ നബി തങ്ങൾ പറയുന്നത്, ഫഇന്നൽ ഹലീമ. എത്ര വലിയ ധീരനാണെങ്കിലും, ധീരൻ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിവുള്ള മഹാന്മാർ, എത്ര പ്രയാസങ്ങൾ തരണം ചെയ്ത മഹാന്മാർ. ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കാലിൽ ഒരു വലിയ രോഗം പിടിപെട്ടു. അക്കാലത്തുള്ള വിദഗ്ധന്മാരായ വൈദ്യന്മാര്, ഡോക്ടർമാര് വന്ന് പരിശോധിച്ചു. രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവസാനം കാല് മുറിക്കണം എന്ന തീരുമാനത്തിലെത്തി. നമ്മളെ ഈ കാലഘട്ടങ്ങളിൽ കാല് മുറിക്കുന്നത് പോലെയല്ല. അതിനുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ അന്ന് ഇല്ല എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കണം എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഇനി വാളുകൊണ്ടാണ് കാല് മുറിക്കുന്നത്. മുറിക്കുന്നതിന്റെ മുമ്പ് വേദന വരാതിരിക്കാൻ നിങ്ങൾ കുറച്ച് മരുന്ന് കുടിക്കണം, കഴിക്കണം. മരുന്ന് ഞങ്ങളെ കൈവശം. ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നിങ്ങൾ തരുന്ന മരുന്ന് എനിക്ക് വേണ്ട, ഞാൻ എന്റെ കാല് മുറിക്കാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിട്ട്. ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു മരുന്ന് കുടിച്ചില്ല. മഹാന്മാര് പറയുന്നു, ഉർവത്ത് തങ്ങള് ആ വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ മുന്നിൽ മുറിക്കാൻ വേണ്ടി കാല് നീട്ടിവെക്കുന്നു. കൈവാളുകൊണ്ട് ഉർവത്ത് തങ്ങളുടെ കാല് മുറിക്കുന്നു. ഉർവത്ത് തങ്ങളുടെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും പതറി ചലിച്ചു പോകുന്നില്ല. ആളുകൾ അത്ഭുതപ്പെട്ട് ഉർവത്ത് തങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഓ, അല്ലാഹുവിന്റെ മാർഗങ്ങളിൽ അമർച്ചയോടുകൂടി ക്ഷമിക്കുവാൻ സർവസന്നദ്ധരായ മഹാന്മാരാണ്.
നമ്മുടെ മുൻകാലത്തും ഈ കാലഘട്ടങ്ങളിലും ജീവിക്കുന്ന മഹാന്മാരുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് ഇതിനാണ് അമർച്ചയുള്ള ആളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അമർച്ച ചെയ്യാൻ ശക്തി ഉള്ളവരാണെങ്കിൽ പോലും ഫഇന്നൽ ഹലീമ മിനർ റിജാലി വന്നിസാ യതഹയ്യറു ഇൻദ ദാലികൽ മസ്റഈ. മരണം സംഭവിച്ച് വീണുപോകുന്ന സന്ദർഭത്തിൽ പരിഭ്രമിച്ചു പോകും. അതുകൊണ്ട് മരണം ആസന്നമാകുന്നവന്റെ മുന്നിൽ നിങ്ങൾ എത്തിയിട്ട് അവൻ എത്ര അമർച്ച ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ. നിങ്ങൾ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വിവരം അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മരണം അത് മനുഷ്യന് സംഭവിച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മളെ ആശങ്കപ്പെട്ട് മരണത്തെ വീക്ഷിക്കുന്നുവെങ്കിൽ മരണം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് ഭയാനകമാകുന്ന ഒരു ജീവിത മേഖലയാണ് മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. അവന്റെ ഇബാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് അനുഭവിച്ച ആസ്വാദനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അവൻ ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ, പാപങ്ങൾ അത് പൊറുത്തിട്ടില്ലെങ്കിൽ, അവന് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ അളവുകൾ അടിസ്ഥാനപ്പെടുത്തി അവന് ശിക്ഷയും രക്ഷയുമുണ്ട് എന്നല്ലേ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഓ സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞപ്പോൾ പോകട്ടെ, മരണം സംഭവിക്കുമ്പോൾ നീ മരണത്തെ പൂമാല പോലെ സ്വാഗതം ചെയ്തവരുണ്ട്. മരണം ബേജാറാണ്, മരണം ഭീഷണിയാണ്, മരണം വെല്ലുവിളിയാണ്. ഇതൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചാലും മരണത്തെ സന്തോഷപൂർവം സ്വീകരിച്ചവരും സ്വാഗതം ചെയ്തവരും ഉണ്ട്. മരിക്കുമ്പോൾ പുഞ്ചിരിച്ച് മരിച്ചവരുണ്ട്, മരിച്ചപ്പോൾ സ്കലിച്ച് മരണപ്പെട്ടു പോയ സതീർത്ഥരുണ്ട്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും ആസിയത്ത് റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നത് മരണ സന്ദർഭത്തിൽ ചിരിച്ചു മരിച്ചു എന്നാണ്. ആ ചിരി നിൽക്കാതെ ഖബറിലേക്ക് പോയി എന്നാണ്. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ഇവിടെ ആസിയമാര് വഅദ് കേൾക്കാൻ എത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി എന്ന് വിശേഷിപ്പിച്ച, ഞാൻ റബ്ബാണെന്ന കിംവദന്തി ലോകത്തിൽ കുപ്രചരണം നടത്തിയ ഫറോവയുടെ ഭാര്യയായി ജീവിക്കാൻ അവസരം ലഭിച്ചവളാണ് ആസിയത്ത് ബീവി. ആസിയ ബീവിയെ ചുട്ടുപൊള്ളുന്ന മണൽ ഭൂമിയിൽ കടത്തി അതിശക്തമായി ക്രൂരമായി പീഡിപ്പിച്ച് മൃഗീയമായി കൊലപ്പെടുത്തുമ്പോൾ ആസിയുടെ കണ്ണുകൾ ആകാശത്തേക്ക് തുറച്ചു നോക്കുകയാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആസിയ ബീവി സന്തോഷിക്കുന്നത്. അവിടെയാണ് ആസിയത്ത് ചിരിക്കുന്നത്. ആസിയ ബീവി പറഞ്ഞല്ലോ, ഓ പടച്ച തമ്പുരാനേ, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എപ്പോഴാണ് ആസിയ ബീവിന്റെ ഈ പ്രാർത്ഥന വന്നത്? കണ്ണ് മേപ്പോട്ടാണ്, ശരീരത്തിന്റെ ജീവൻ ഏറ്റുകൊണ്ടിരിക്കുകയാണ്, വെപ്രാളത്തിന്റെ സന്ദർഭമാണ്, ജീവിതം അവസാനിക്കുന്ന നിമിഷമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് വന്നിറങ്ങിയ സാഹചര്യമാണ്. ആരും സഹായത്തിനില്ലാത്ത, ശുശ്രൂഷയ്ക്കില്ലാത്ത പ്രതികൂലമായ സാഹചര്യത്തിൽ തന്റെ ശരീരത്തെയും ആത്മാവിനെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, സംവിധാനിക്കുന്ന മലിക്കുൽ ജബ്ബാറായ തമ്പുരാന്റെ മുമ്പിൽ വരമേൽപ്പിച്ചുകൊണ്ട് ലോകത്തോട് അന്ത്യശ്വാസം വലിക്കുകയാണ്. പക്ഷേ അന്ത്യശ്വാസം വലിക്കാൻ പോലും സ്വാതന്ത്ര്യം ഹരിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യത്തിന്റെ മാലാഖമാരെ പറഞ്ഞുവെച്ചുകൊണ്ട് സ്വർഗ്ഗലോകത്തിന്റെ പ്രദർശനം നടക്കുകയാണ്. സ്വർഗ്ഗലോകത്തിന്റെ പരിമളം പരക്കുകയാണ്.
ആ സ്വർഗലോകത്തിന്റെ സുഗന്ധം ആശ്വസിക്കുകയാണ്. ആ സ്വർഗലോകത്തിന്റെ ആ പരിമളം ആശ്വസിച്ചുകൊണ്ടാണ്, അത് അനുഭവിച്ചുകൊണ്ടാണ്, അത് കണ്ടുകൊണ്ടാണ് ആസിയ ബീവി ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നത്. സ്വർഗം കണ്ടപ്പോഴാണ് ആസിയ ബീവി ദ്വാരുന്നത് എന്നാണ് മഹാന്മാർ എഴുതിയത്. അല്ലാഹ് കണ്ടു, സ്വർഗം കണ്ടു. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഈ വീട്ടിൽ എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഈ പുരയിൽ അല്ലാഹ് എന്റെ കണ്ണിൽ ഈ പ്രദർശനം മരങ്ങോറുന്ന സ്വർഗലോകത്തൊരു വീട് ഈ ആസിയക്ക് നീ തരണേ അല്ലാഹ്. വനജ്നി മിൻ ഫിർഔൻ, ഈ ധിക്കാരിയായ ഫറോവയുടെ അവന്റെ ശക്തമായ ഈ ശർറിൽ നിന്ന്, അവന്റെ അനുയായികളുടെ അക്രമത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. ആസിയ ബീവി ചിരിച്ചപ്പോ ഫിറോൻ പറഞ്ഞു എന്നാണ് നമുക്ക് മാനസികണ്ടോ, മരിക്കണ നേരത്ത് ഹാർട്ടിന്റെ മേലെ കല്ലുകൾ കയറ്റിവെച്ച് പീഡിപ്പിക്കുമ്പോൾ ഒരു പെണ്ണിന് നെടുവീർപ്പിടാൻ പോലും അസാധ്യമായ ഈ സന്ദർഭത്തിൽ ഒരു പെണ്ണാണ് ചിരിക്കുന്നത്. ഇവൾക്ക് ബുദ്ധി ലെവലില്ല, മാനസിക രോഗിയാണെന്ന് ഫറോവ പറഞ്ഞു. എന്തിനാണ് ആസിയത്ത് ചിരിച്ചത്? കണ്ടോ, ഈ ലോകത്തെ ഏറ്റവും വലിയ പീഡനമുണ്ട്. ആ പീഡനം അനുഭവിച്ച് മരണമാകുന്ന വെല്ലുവിളിയെ നേരിട്ടത് പുഞ്ചിരിയോടുകൂടെയാണ്. മരണം പ്രതിഭാസമാണ് എങ്കിൽ ആ മരണത്തെ പൂമാല പോലെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത സതീർത്ഥനും സച്ചരിതരുമായ മഹത്തുക്കളുണ്ട്, മഹാന്മാരുണ്ട്, മഹതികളുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ആസിയത്ത് റളിയല്ലാഹു അൻഹ അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് മരിച്ചുപോയി എന്നല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. കഴിഞ്ഞു ബഹുമാനപ്പെട്ട യഹ്യൽ ജലാൽ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ വായിച്ചു കാണും. യഹ്യൽ ജലാൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ജൗസി അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുകയാണ്. യഹ്യൽ ജലാൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മൂപ്പര് ചിരിക്കുകയാണ്. മരിച്ചിട്ടുണ്ട്, ആള് ചിരിക്കുകയാണ്. ആര് വന്നു നോക്കിയാലും മൂപ്പര് ഇങ്ങനെ ചിരിച്ചു ഉത്തരിക്കുക. ഒറ്റ കുട്ടിയും മയ്യിത്ത് കുളിപ്പിക്കാൻ ധൈര്യമില്ല, മരിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അവസാനം നാട്ടിലുള്ള എല്ലാ ഡോക്ടർമാരും കഫന്നുണി ഇങ്ങനെ മൂടിയിട്ടാണ് ഇവര് വന്നിട്ട് ഞാടി പിടിച്ചു, കാലും കൈയും എല്ലാ ടെസ്റ്റും അവര് പറഞ്ഞു ഉറപ്പാണ്, എത്രയോ സമയമായി മരിച്ചിട്ട്.